back to our channel, Miracle of Features. അപ്പൊ ഗായ്സ് നമ്മള് ബേബിയൊക്കെ വാവയൊക്കെ ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കര അലമ്പാണ്. ഒരു മിനിറ്റ് പറഞ്ഞു തീർത്തോട്ടെ. അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് നമുക്കിപ്പോ പൊതുവായിട്ടെല്ലാം ഇപ്പൊ ഈ ചെറുക്കൻ സമ്മതിക്കത്തില്ല തോന്നി. ഞാൻ പറഞ്ഞോട്ടെ ആന്ന് പറ ഉണ്ടായിരുന്നാണ്. അപ്പൊ നമ്മൾ ഈ മലപ്പുറം എനിക്കിട്ട് പണി വരുന്നതാണ്. ഞാൻ പറയാൻ പോണേ. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട ഇവരെ കൊടി കൊടുത്തിട്ടുണ്ടല്ലേ, ഇവരെ സമ്മതിക്കത്തില്ല ചെയ്യാനായിട്ട്. ഒന്നും കട്ട് ചെയ്യുന്ന പോട്ടോ ഇപ്പൊ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മി ഇടിക്ക് ചെയ്യും. അപ്പൊ ഗായ്സ് ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ എല്ലാരും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഭയങ്കര പീഡനവും അതും ഇതും മറിച്ചതും എല്ലാ പെണ്ണുങ്ങൾക്ക് നേരെയുള്ള ഫുൾ ആക്രമണമാണ്. അപ്പൊ നമുക്ക് എന്റെ ഏജിലുള്ള പിള്ളേർക്കും ദാപ്പുവിന്റെ ഏജിലുള്ള പിള്ളേർക്കും അതിൽ താഴെ പിള്ളേർക്കും അതിൽ വലിയ പിള്ളേർക്കും എല്ലാവർക്കും നമ്മളിപ്പോ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നെന്ന് വെച്ചു, സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്യാൻ വരുമ്പോ നമ്മൾക്ക് എങ്ങനെ അവരെ തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ശരിക്കും ബോൾഡ് ആയിട്ട് നിന്നാലും ഇതിനൊക്കെ നമുക്ക് അവർക്കെതിരെ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പം അവർ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും അയ്യോ എനിക്കൊന്നും പറ്റില്ല, നമ്മൾ ഒരിക്കലും മെന്റലി തകരരുത്. അയ്യോ എനിക്ക് പണ്ടത്തെ പിള്ളൊന്നും പറ്റില്ല, എനിക്ക് അങ്ങനെ ഇടിക്കാൻ അറിയില്ല, അടിക്കാൻ അറിയില്ല, അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ കഴിവ് ശക്തി ആ സമയത്ത് തന്നെ എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരാൾ കയറി പിടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ശക്തി ഫുള്ളും എടുത്ത് ബോൾഡായിട്ട് നല്ല ഒരിക്കലും മനസ്സ് തകരരുത്. നല്ല ശക്തിയോടെ നല്ല ബോൾഡായിട്ട് ഇരുന്നിട്ട് അയാൾക്കിട്ട് നല്ല ഇടിച്ച് പരിപ്പളക്കിയിരിക്കണം അവന്റെ. അപ്പൊ ഞങ്ങൾ 2-3 ഇത് കാണിച്ചു തരാം, ഡെമോ കാണിച്ചു തരാം വീഡിയോന്റെ. അപ്പൊ ഞാനും അപ്പും കാണിച്ചു തരാം. ഇപ്പൊ അപ്പുവിന്റെ സൈസിലുള്ള എന്നെ പോലെ ഒരു തടിമാണം വന്നെന്ന് വിചാരിച്ചു. അപ്പൊ അപ്പുവിന്റെ പോലെ ഒരു എലുമ്പി കൊച്ചിനാണ് വന്ന് ഓടിക്കയറി പിടിക്കുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പിടിക്കുന്നത് എങ്ങനെയാണെന്ന്, പിടിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒരാൾ വന്നെന്ന് വിചാരിച്ചു. നമുക്ക് എപ്പോഴാണ് ഇത് നേരിട്ടതെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ഇത് പഠിച്ചു വെക്കുന്നത് സേഫ് ആയിരിക്കും. കൂടുതൽ ഇത് കൊച്ചു കുട്ടികൾക്ക് വേണം കാണിച്ചു കൊടുക്കുക. കാരണം ഇപ്പൊ എപ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വരുന്നത്, എപ്പോഴാണെന്നും പറയത്തില്ല. ഇപ്പൊ ഗേൾസിന്റെ കാര്യം തന്നെയാണെങ്കിൽ പല സ്ഥലത്ത് പോകുന്ന ആൾക്കാരെ, കൊച്ചുകുട്ടികളാണെങ്കിൽ വീട്ടിന്റെ അടുത്ത് നിന്ന് കളിക്കുന്ന ആൾക്കാരായിരിക്കും, ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും, പഠിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ എല്ലാം എപ്പോഴാണ് ടൈം എന്നൊന്നും പറയാൻ പറ്റില്ല, എപ്പോഴാണ് നമുക്ക് ഈ അറ്റാക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇപ്പൊ ഫ്രണ്ടിൽ ഒരാൾ നമ്മൾ ആ പെട്ടെന്ന് കയറി ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തിരിച്ച് റിയാക്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഒരു പോയിന്റ് ഞങ്ങൾ കാണിച്ചു തരാം. ബോയ്സിന്റെ നമ്മുടെ അണ്ടറില് അണ്ടർ പോയിന്റ് അങ്ങനെ മതി, അതൊന്നും വിചാരിക്കരുത്. അപ്പൊ ബോയ്സിന്റെ അണ്ടർ പോയിന്റ് അടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പൊ നമ്മള് എങ്ങനെ ഉപദ്രവിക്കുന്നു അവർക്കിട്ട് നല്ല ശരിക്കും കൊടുത്തേക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഒന്നുകൂടെ കാണിച്ചു തരാം. അവരെ മാക്സിമം അവരുടെ എനർജി ലോസ് ആക്കണം. നമ്മള് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നല്ലപോലെ കാണിച്ചു കൊടുക്കണം. ഇപ്പൊ കയറി പിടിക്കാൻ ഇങ്ങനെ കയറി വന്ന് പിടിക്കുവാണെങ്കിൽ അപ്പൊ ഇങ്ങനെ കാണിക്കുന്ന നമ്മൾ ടൈം കൊടുക്കുക. ഞാനിപ്പോ ഇന്നോട് ടൈം അപ്പൊ പെട്ടെന്നായിരിക്കണം അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ കാണിച്ചു തരാം. ഇടിക്കുന്നതും പിടിക്കുന്നതും ഒരേപോലെ ആയിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ അതാണ്. ഗുഡ് ബൈ. അതെല്ലാം നിർത്തിയിട്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ പെട്ടെന്ന് കയറി പിടിക്കുമ്പോ ഒട്ടും ടൈം കൊടുക്കാനില്ല. ആ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവര് എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് കയറി പിടിക്കാൻ ഇടിക്കുക, അത്രേ ഉള്ളൂ. 1 2 3 സ്റ്റാർട്ട്. കണ്ട പിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പൊ അവൾ ജസ്റ്റ് ഒന്ന് ഇടിച്ചു. നമ്മൾ ശരിക്കും നല്ല മർമ്മം നോക്കി അവൻ തളർന്നു വീഴുന്നു. അവന് നമ്മുടെ ആ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആളെ നമ്മൾ മാക്സിമം തളർത്തുക. നല്ല ശരിക്കും അയാളുടെ എനർജി ലോസ് ആക്കണം. അപ്പൊ ആ രീതിയിൽ വേണം ഇടിക്കാൻ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ അപ്പോ ഒരു അലമ്പാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇടിക്കാൻ വരുന്ന ആളെ നമുക്ക് വെറുതെ ഫ്രണ്ടിൽ നിന്ന് ഇരിക്കാൻ വരുമ്പോ നമുക്ക് തളർത്താൻ പറ്റിയൊരു പോയിന്റ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ നേരെ നിന്നേ, ഞാൻ ഇടിക്കത്തില്ല. കൈ എനിക്ക് പേടിയാ. അപ്പൊ ഇല്ല ഇടിക്കത്തില്ല. കൈ താഴ്ത്തു. 1 2 3 സ്റ്റാർട്ട്. ഇപ്പൊ ഇങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ചെന്ന് വിചാരിച്ചു. നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു വിടാം. അത് നമുക്ക് പെട്ടെന്ന് പെയിൻ വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ മൂക്ക് ഇടിച്ച് തകർക്കണം നമ്മൾ അവരുടെ. ഇങ്ങനെ നിൽക്കാനെങ്കിൽ മൂക്ക് പിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അവര് ഇപ്പൊ കെട്ടിപ്പിടിക്കണം പെട്ടെന്ന് എങ്ങനെയെങ്കിലും മൂക്ക് ഇത്, പിന്നെ ചെസ്റ്റ്, പിന്നെ നമ്മുടെ അണ്ടർ അവിടെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ് ചിരിപ്പിക്കുന്നില്ല. കോമഡി വീഡിയോ ആക്കും പറയുന്നത് കേൾക്കും. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പോലെ അത് നമ്മുടെ നീ അനങ്ങാൻ നിൽക്കും. ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എടുത്തിട്ട്. നീ ഒന്നും ചെയ്യില്ല, നീ അടങ്ങാൻ നിൽക്കും. ആദ്യം നമ്മളെ ഇവിടെ എടുത്ത് നീ അടങ്ങാൻ നിൽക്കടി.
അടങ്ങാതെ നിൽക്കാനാ. അടങ്ങി നിക്കടി. 1 2 3 സ്റ്റാർട്ട്. അത് ഇവിടെ അടിച്ചു പൊട്ടിക്കണം. അത് അടുത്തിരിക്കും. ആദ്യം ഇപ്പൊ ഒരാള് ഇവിടെ അടിച്ചു പൊട്ടിക്കണം. ഇവിടെ സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞ് മൂക്ക്, അത് കഴിഞ്ഞ് ചെസ്റ്റ്, അത് കഴിഞ്ഞ് അണ്ടർ. ഒന്നെങ്കിൽ കാലുകൊണ്ട് നല്ല പുഷ് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവൻ അവിടെ തന്നെ എനർജി ഫുള്ള് ലോസ് ആയി അവിടെ തന്നെ കിടക്കും. പിന്നെ വേറെ പുറകിൽ കൂടെ പിടിക്കാൻ വന്നാൽ നമുക്ക് ഏറ്റവും പുറകിൽ കൂടെ പിടിക്കാൻ വന്നാൽ ഭയങ്കര പാടാണ്. അപ്പൊ പുറകിൽ കൂടെ പിടിക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിങ്ങനെ പുറകിൽ കൂടെ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കാണിച്ചു കൊടുക്കും. 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനെ പുറകിൽ കൂടെ പിടിക്കുവാണെങ്കിൽ പോയി കാണിക്കുന്ന. അപ്പൊ പുറകിൽ കൂടെ പിടിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഞങ്ങളിപ്പോ കാണിച്ചു തരാം. അപ്പൊ കാണിച്ചോടെ 1 3 സ്റ്റാർട്ട്. ഇങ്ങനെ പിടിച്ചിട്ടില്ല. അപ്പൊ കാല് ഇതിലേക്കൂടെ അതോട്ട് കാണിച്ചു തരാം. അതൊന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ ഒന്നുകൂടെ കാണിച്ചു വ്യക്തമായിട്ട് അപ്പൂന്റെ കാലകത്തണം. നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്താ വെച്ചാൽ ഈ അവൻ കയറി പിടിക്കുമ്പോൾ ഒരുപാട് ടൈമൊന്നും നമുക്ക് കൊടുക്കാനില്ല. എതിർഭാഗത്തുള്ള ആള് കയറി പിടിക്കുമ്പോഴത്തേക്കും കുറെ ടൈമൊന്നും നമുക്ക് കൊടുക്കാനില്ല. കയറി പിടിക്കുന്നു, അപ്പൊ കാലകത്തുന്നു, ഇതിലേക്കൂടെ കാല് വലിച്ചു ഇടുന്നു. അത്ര ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ ഉനീഫറം ഉണ്ടായിരിക്കും. കയറി പിടിക്കുന്നു, കാലകത്തുന്നു, കാല് വലിക്കുന്നു. പാട്ടോ ഇവരെന്തെടുക്കണോ പറയാ. ഇവരാ അടിച്ചു കാണിച്ചു കൊടുക്കട്ടാ. ഈ അപ്പു ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു വരുന്ന കാര്യം ഭയങ്കര കോമഡി. ഒരു ഇതില്ലാത്ത അപ്പു എല്ലാ കാര്യത്തിലും. അപ്പൊ അതാ ഒരാൾ പുറകെ കൂടെ കയറി പിടിക്കുവാണെങ്കിൽ 3 എണ്ണം കാണിക്കണം. കൈ കൊണ്ട് ഇടിക്കുന്ന കാണിക്കണം, മറ്റേത് കാണിക്കണം കേട്ടോ. ഇതും കാലി പിടിച്ച് വലിക്കുന്നത്. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരാണ്. പുറകെ കൂടെ കയറി പിടിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് കയറി പിടിക്കുവാണെങ്കിൽ കാലത്തുക, വലിച്ചിടുക. ഞാനിപ്പോ എനിക്ക് വീഴാൻ വയ്യാത്തതാണ് കാണിച്ചു തരാഞ്ഞത്. അപ്പോഴത്തേക്കും ഇത് ഇത്ര മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ബസ്സിൽ നിൽക്കുമ്പോഴെ ഇങ്ങനെ ഇടിച്ചേക്കണം. ഇപ്പൊ നീയാണ് ഇവളതിനെ പുറകെ കൂടെ കയറി പിടിച്ചപ്പോ പുറകെ കയറി പുറകിൽ അവർ ചെസ്റ്റ് ആയിരിക്കും നല്ല ശരിക്കും ഇടണം. നല്ല ശക്തി കൊടുത്തിട്ട് നല്ല ചെസ്റ്റിലിട്ട് നല്ല ശരിക്കും ഇടിക്കണം. ചേർക്കണ്ടേ. അപ്പൊ ഒന്ന് കയറി പിടിച്ച് ഞാൻ കാണിച്ചു തരാം. പിടിക്കും, നല്ല പിടിക്കും. നല്ല ചെസ്റ്റ് ഇട്ട് നല്ല ശരിക്കും ഇടിക്കണം. നല്ല അപ്പുവായിട്ട് ഞാനിപ്പോ ഒന്നും ഇടിക്കാൻ ഇങ്ങനെ. പിന്നെ പുറകിൽ പിടിക്കുവാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് പെട്ടെന്ന് വന്ന് ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമ്മൾ അടി കാണിക്കണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതൊന്ന് നല്ല മുറുകെ പിടിച്ചു പെട്ടെന്ന് കാലകിട്ടുക. ഈ കാലിന്റെ കൂടെ വലിച്ച് താഴ്ത്തോട്ട് ഇടുക. അപ്പൊ അവൻ നല്ലപോലെ വീടും തലയൊക്കെ ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പിടിക്കുന്നത് അവിടെ ഇനി കാണിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ബസ്സിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ ബസ്സിൽ നിൽക്കുകയാണ്. അപ്പൊ തോണ്ടൽ ശല്യക്കാർ എപ്പോഴും കാണും പുറകിലായിട്ട് ഇങ്ങനെ തോണ്ടി നിൽക്കാനായിട്ട്. അപ്പുവാണ് ഇവിടുത്തെ തോണ്ടൽ ശല്യക്കാരി. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി പോലെയല്ല, നല്ലപോലെ തോണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ബസ്സിൽ നിൽക്കാന്ന് വിചാരിച്ചു. ആരെങ്കിലും നമ്മളെ പിടിക്കാൻ വരുമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പിടിച്ച ഉടനെ അവരെ ആദ്യം ഒന്ന് രൂക്ഷമായി നോക്കണം. ഇതെന്താണത് അങ്ങനെ കാണിക്കുന്ന രീതിയിൽ ആദ്യം ഒന്ന് നോക്കി പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും നിൽക്കുകയാണ്. വീണ്ടും വന്ന് പിടിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം ചേട്ടാ ഒന്ന് അല്പം മാറി നിൽക്കെന്ന് പറയണം. വീണ്ടും വന്ന് പിടിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ഈ കൈ നല്ല അവരുടെ നെഞ്ചത്തിട്ട് നല്ല പടക്കോന്ന് പറഞ്ഞ് ഇടിക്കണം. അപ്പൊ നിന്നേ കാണിക്കട്ടെ. ഒരുപാട് ഇടിക്കത്തില്ല. അപ്പൊ നമ്മള് ബസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അവള് വന്ന് തൊടുവാണ് 3ാമത്തെ വട്ടം. അപ്പൊ അവരുടെ നെഞ്ചത്ത് നല്ല പടക്കോന്ന് പറഞ്ഞാൽ ഇടി നല്ല ഗുമ്മനായിട്ട് കൊടുക്കുക നമ്മുടെ ഇവിടുത്തെ മുട്ട് വെച്ചിട്ട്. അപ്പൊ ഇതാണ് 3ാമത്തെ പോയിന്റ്. ഞാനിപ്പോ ഒരു ആപ്പിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. സെൽഫ് ഡിഫെൻസ് ആപ്പാണ് അത് നമ്മുടെ ഈ സ്ത്രീ സുരക്ഷയാണ് അതിനകത്ത് ഫുള്ളും ഉള്ളത്. നമുക്ക് കുറെ ഇതുപോലത്തെ കുറെ ടിപ്പൊക്കെ ഉണ്ട് അതിനകത്ത്. നമ്മൾ ഗേൾസ് എങ്ങനെ ഇതുപോലത്തെ അറ്റാക്ക് വന്നാൽ രക്ഷപ്പെടണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആ ആപ്പിനെ പറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. എല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, പഠിക്കണം. അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. ഇത് ഞങ്ങളുടെ സ്കൂളിൽ എന്താന്ന് വെച്ചാല് സ്കൂളിൽ മിക്ക ദിവസങ്ങളിലല്ല ടീച്ചേഴ്സും അങ്ങനെ ഈ വുമൻ പോലീസ് അവരൊക്കെ എല്ലാവരും വന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഗൈഡ് തരാറുണ്ട്. എല്ലാവരും നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെ കൂടി വനിതാ പോലീസ് വന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യിക്കാറുണ്ട്, ട്രെയിനിങ് തരാറുണ്ട് ഞാൻ പണ്ട് പഠിച്ച സ്കൂളിലൊക്കെ.
അപ്പൊ ഇത് നല്ലൊരു സംഭവം തന്നെയാണ്. ശ്രീ സുരക്ഷയാണ് ഞങ്ങൾക്ക് അവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ചകളിലാണ് ഇത് കൂടുതൽ അവിടെ വരുന്നത്. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുവാണ്. ഈ കാര്യം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആൺകുട്ടികളെ താത്തി പറയാണെന്ന്. ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും അവരെ താത്തി പറയത്തില്ല. കാരണം 100-99% പക്ക ഡീസന്റ് ആയിട്ടുള്ള ആമ്പിള തന്നെയാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഉള്ളത്. പിന്നെ 1% വല്ലേ ഉള്ളൂ ഇങ്ങനെ അലമ്പ് പരിപാടി കാണിക്കുന്ന ആമ്പിള്ളാര്. ഞാൻ ബാക്കിയുള്ളവർക്കെല്ലാം ബിഗ് സല്യൂട്ട് ആണ് കൊടുക്കുന്നത്. കാരണം എനിക്കൊരു ചാനൽ തുടങ്ങാൻ വേണ്ടി തന്നെയാണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട്, ഒരു പെൺകുട്ടിയായിട്ട് ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. എന്നെ ഹെൽപ്പ് ചെയ്തത് ഫുൾ എന്റെ റിലേറ്റീവ്സ് ആയിട്ട്, കസിൻസ് ആയിട്ട്, ഫ്രണ്ട്സ് ആയിട്ട്. ഞാൻ അവരോട് ജസ്റ്റ് ചോദിക്കും, ചേട്ടാ എനിക്കിതൊന്ന് ഹെൽപ്പ് ചെയ്ത് തരുമോ? ബോയ്സ് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ, ഇതൊന്നും ചെയ്തു തരാൻ പറഞ്ഞല്ലോ. ഒരിക്കലും ഗേൾസ് അങ്ങനെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളല്ല. കൂടുതലും ബോയ്സ് തന്നെയാണ് പാവപ്പെട്ട ആൾക്കാർ. എന്നാലും ചിലത് 1-2 ആൾക്കാർ കാണും ഇതുപോലെ വെറും പെർഫൊക്കെ കാണിക്കുന്നത്. അപ്പം ഞാൻ അവരെ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ എല്ലാവരും പറയുന്നില്ല. അപ്പം അവരിൽ നിന്നും ആ 1% ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആപ്പ് എന്തായാലും എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോ അത് കാണിച്ചു കൊടുക്കാനായിട്ട് പല സ്കൂളുകളിലും പോയിട്ടുണ്ട്. ഈ ശ്രീ സുരക്ഷയുടെ അവർക്ക് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഞങ്ങൾ അത് കാണിക്കാനായിട്ട് ഞാനും ഒരു ഫ്രണ്ട് കൂടെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും എല്ലാത്തിനും ബോൾഡ് ആയിട്ട് നിൽക്കുക. ഒരു കാരണവശാലും പേടിക്കരുത്. ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. നമ്മളിപ്പോ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവർ കുറെ ദൂര സ്ഥലങ്ങളിലും ഇപ്പൊ പഠിക്കാനാണെങ്കിൽ തന്നെ കുട്ടികളാണെങ്കിൽ തന്നെ സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന പെൺകുട്ടികളായിരിക്കും. അപ്പൊ നമ്മൾ ചെറുതിലെ തൊട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തേ പറ്റൂ മാതാപിതാക്കള്. ഇപ്പൊ ആങ്ങളമാരാണ് ഈ വീഡിയോസ് കാണുമെങ്കിൽ കൂടുതൽ നിങ്ങളുടെ പെങ്ങന്മാർക്കും ചേച്ചിമാർക്കും അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഒരു ആപ്പ് എല്ലാവരും പോയി ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഒരുപാട് പഠിച്ചില്ലെങ്കിലും പെട്ടെന്ന് ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ എങ്ങനെ അവരൊന്ന് നമുക്ക് എതിർക്കാൻ പറ്റും അത്രയെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഒരു നല്ലൊരു ആപ്പ് തന്നെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആപ്പ് തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോ കിട്ടിയ ഒരു ആപ്പാണ്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ആപ്പ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവരും ഇത് പെങ്ങന്മാർക്കും ചേച്ചിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കുക. മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്യുക. ഇവിടെ ഇപ്പോഴത്തെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഒട്ടും എല്ലാവർക്കും ഭയങ്കര കെയർലെസ് ആയിട്ടുള്ളത്. വരട്ടെ പോകുന്ന പോട്ടെ എന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത്തിരി കരോട്ടയും കുഫും എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ല തന്നെ ആയിരിക്കും. ഞാനും അപ്പൊക്കെ ഇവിടെ വാപ്പ് പറയാൻ ആമ്പിളാർ ഇവരെ ഇടിക്കാതിരുന്നാൽ മതി എന്നാണ് വാപ്പ് ഞങ്ങളോട് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഞാൻ അപ്പൊ ഇത്തിരി പാവം ക്രിസ്റ്റിയാണ്. എനിക്ക് എന്താണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും നല്ല ബോൾഡ്, നല്ല ശക്തിയും നല്ല മനസ്സോടെ ഇരിക്കുക, വീട്ടില് സേഫ് ആയിട്ട് ഇരിക്കുക. പിന്നെ എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും കാണിച്ചു കൊടുക്കണം. പിന്നെ എന്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടാനായിട്ട് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലെ അയ്യോ വാറായിട്ട് പെയിന്റിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെയിന്റ് ഒക്കെ പൊട്ടിപ്പോയി. അപ്പൊ നമുക്ക് അതൊക്കെ എടുത്ത് വെക്കാം. പൊട്ടിന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പൊ അതാ ഈ വീഡിയോ മാക്സിമം പെങ്ങന്മാരെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെൺകുട്ടികളുടെ കേരളത്തിലെ പെൺകുട്ടികൾക്കെതിരെ ഇനി ഒരിക്കലും ഒരു അബ്യൂസ് വരുത്തരുതെന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ മാക്സിമം ഇത് ഷെയർ ചെയ്ത് ആ ഒരു ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കുറെ കാര്യങ്ങൾ എല്ലാവരും പഠിക്കാൻ നോക്കണം. കുറെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 2-3 കാര്യങ്ങളെങ്കിലും പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണം, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും കമന്റ്സിൽ വന്നിട്ട് പറയണം. അപ്പൊ ഞാൻ ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഗായ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. പെയിന്റ് ഒക്കെ പൊട്ടി 2 ആളും കൂടെ